PV അൻവർ ഇന്ന് ഒരുപാട് ആക്ഷേപങ്ങൾ പറഞ്ഞെങ്കിലും അദ്ദേഹം പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് മാത്രമാണ് ഒരു പ്രതീക്ഷ സമ്മാനിച്ചതെന്നുള്ളതാണ്. അല്ല, പിന്നെ ഒരു കൂട്ടായ ചർച്ചയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇന്നലെയും ഇന്നും ഒക്കെ ഇലക്ഷനല്ലേ. അപ്പോൾ ഇലക്ഷനാവുമ്പോൾ എല്ലാവരും പരസ്പരം തിരഞ്ഞെടുപ്പ് വിജയം എങ്ങനെ ഉറപ്പുവരുത്താം എന്നുള്ളത് സംബന്ധിച്ച് ചർച്ചകളും ആശയവിനിമയങ്ങളും നടക്കുന്നുണ്ട്. നിങ്ങളതിൻ്റെ ഒരു പര്യവസാനം എന്താണ് എന്ന് നോക്കിയാൽ മതി. അല്ലാതെ ഇടയിൽ വെച്ച് അല്ല അത് പ്രവചനങ്ങൾ പിന്നെ നടത്തേണ്ട ആവശ്യമില്ല. പ്രായോഗികമായി എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. വിചാരിക്കുന്ന മാതിരി ഇത്രയും പറയാം, വിചാരിക്കുന്ന മാതിരി വലിയൊരു കുഴപ്പം ഉണ്ടാവാൻ സാധ്യതയില്ല. മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിലും ഇതുവരെ ഒരു തീരുമാനം എത്താൻ കഴിയുന്നില്ല. ഇല്ല, ഞാൻ പറഞ്ഞത് ഇതുവരെ എന്നുള്ള വിഷയമല്ലല്ലോ. പര്യവസാനം എന്ന് പറഞ്ഞാൽ അതുവരെയാണ്, ഇതുവരെ പര്യവസാനിക്കുമെന്നും പറയാൻ കഴിയുന്നില്ല. ഇല്ല, അതാണ് ഈ കാര്യങ്ങളിലൊക്കെ ചർച്ചകൾ നടത്തി അവസാനം ഒരു തീരുമാനം വരേണ്ടത്. ഇടയ്ക്ക് വെച്ച് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് വിചാരിക്കുന്ന മാതിരി വലിയൊരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതൊരു ഉത്തരമാണ്. കേട്ടിട്ട് എന്താ നിങ്ങൾക്ക് തോന്നണേ? അതിനൊക്കെ ഒരു ആൻസർ ഉണ്ടാവുമല്ലോ അവസാനം. ഞാൻ പറഞ്ഞില്ലേ, പര്യവസാനം എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ ആകാംക്ഷാപൂർവം വളരെ ഔത്സുക്യത്തോടു കൂടി ഉത്സാഹത്തോടു കൂടി നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഒരു ആൻസർ ഉണ്ടാവും. ആ അവസാന ആൻസർ വരുന്നവരെ എന്ത് കണ്ടിട്ട് എന്ത് തോന്നുന്നു, ബോഡി ലാംഗ്വേജ് എന്ത് കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്നൊക്കെ നോക്കിയിട്ട് അങ്ങോട്ട് കൊടുക്കുക നിങ്ങൾ. അതേ പ്രധാനപ്പെട്ട വിഷയം, ഒരു ഭാഗത്ത് പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. പറയല്ലേ, പ്രചരണമൊക്കെ ഞങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. പ്രചരണമൊക്കെ ഇന്നലെ വളരെ ഉഷാറല്ലേ. ഇത് ഒരു നല്ല സ്പിരിറ്റിൽ, നിങ്ങൾക്കറിയാം ലീഗിൻ്റെ ഒരു പോളിസി എപ്പോഴും കണ്ടിട്ടില്ലേ. ഞങ്ങൾ വളരെ അങ്ങോട്ട് നെഗറ്റീവായിട്ട് പിന്നെ നേതാക്കന്മാരെ ഒന്നും പേഴ്സണലായിട്ടൊന്നും കുറ്റം പറയില്ല. എന്നാൽ അതേ അവസരം നിശ്ചിതമായി പൊളിറ്റിക്കലായിട്ട് വിമർശിക്കും, നല്ലപോലെ ഇലക്ഷൻ രംഗത്ത് വർക്ക് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയത്തിന് വേണ്ടി കാര്യമായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇന്നലെ ആരംഭിച്ചു കഴിഞ്ഞു. അതിപ്പോൾ ഇന്നലെ വരെ എല്ലാവരും അതൊക്കെ ഇന്നലെ വരെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ഇന്നലെയും ഇന്നും തുടർന്നും സംസാരങ്ങൾ നടക്കുന്നുണ്ട്. അത് പോസിറ്റീവായി പര്യവസാനിക്കും എന്നാണ് എൻ്റെ തോന്നൽ. ഓക്കെ. അതൊക്കെ നിങ്ങൾ കൊടുത്തോണ്ടിരിക്കണാണ്. അല്ല, അത് ഞാൻ കണ്ടിട്ടില്ല. അല്ല, അത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ പറഞ്ഞത് കേട്ട് അഭിപ്രായം പറഞ്ഞാൽ വലിയ പടലായിരിക്കും. ബിജെപിയും സിപിഎം ഇങ്ങനെ ആളുകളെ ചാക്കിടാൻ നടക്കുകയാണോ? അങ്ങനെ എന്തെങ്കിലും ആക്ഷേപമുണ്ടോ? അല്ല, ആ ചാക്കുന്ന പുറത്തിയാടിയതല്ലേ ഇപ്പോൾ അൻവർ. ഇല്ല, ഞാൻ പറഞ്ഞില്ല. ഇതൊക്കെ അപ്രസക്തമായ ക്വസ്റ്റ്യൻസ് ആണ്. കുഴപ്പമില്ല.